ഗൈസ്, ISL ഫോറിൻ പ്ലേയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു സീരീസിൽ അടുത്ത വീഡിയോ ഈസ്റ്റ് ബംഗാളിലെ താരങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ പല ടീമിൻ്റെയും പേരുകൾ പറഞ്ഞു. നമ്മളെല്ലാവരെ പറ്റിയും ISL തവണ കളിക്കാൻ പോകുന്ന എല്ലാ ടീമുകളുടെയും വിദേശ താരങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. നോ വറീസ്. ഇന്ന് നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ പറ്റി സംസാരിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ മോഹൻ ബഗാനും മറ്റ് പല ടീമുകളെയും പറ്റി സംസാരിക്കാം. ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്കും അവർ 3 താരങ്ങളെ റീറ്റേൺ ചെയ്യുകയും 3 പുതിയ താരങ്ങളെ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടത്. സോ നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങുമ്പം ഹിജാസി മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻഡർ, സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള പ്ലെയറാണ്. ജോർദൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം കുറച്ച് യങ് ആയിട്ടുള്ള പ്ലെയറാണ്, 26 വയസ്സൊക്കെ ഉള്ളൂ. ലാസ്റ്റ് സീസണിൽ 17 മാച്ച് ISL അദ്ദേഹം കളിച്ചിരുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു താരമാണ്. എന്നാൽ അദ്ദേഹത്തിനേക്കാൾ ഒരു ബെറ്റർ പ്രൊഫൈലും ബെറ്ററാണെന്ന് കഴിഞ്ഞ സീസണിൽ ISL പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറെ എത്തിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഹെക്ടർ യൂസ്റ്റെ ഫ്രം റൈവൽ ക്ലബ്, അതായത് മോഹൻ ബഗാനിൽ നിന്നാണ് താരത്തെ എത്തിക്കുന്നത്. സ്പാനിഷ് സെൻട്രൽ ബാക്ക് എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. ലാസ്റ്റ് സീസണിൽ 24 മത്സരങ്ങൾ മോഹൻ ബഗാൻ വേണ്ടി ISL മാത്രം കളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ 400 മത്സരത്തിന് മുകളിൽ കളിച്ചിട്ടുണ്ട്. സെഗുണ്ടേ തന്നെ 200 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് എന്നാൽ ISL പ്രൂവ് ചെയ്ത് മികച്ച ഡിഫൻഡർ എന്ന പേരും എടുത്തിട്ടുള്ള ഒരു താരത്തെ ഈസ്റ്റ് ബംഗാൾ ടീമിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിജാസി മെഹറിനേക്കാൾ ഒരു സ്റ്റാർട്ടിങ് സാധ്യത പോലും ഉള്ളൊരു താരത്തെ അവരെത്തിക്കുന്നു എന്നുള്ളത്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സൗൾ ക്രസ്പോയാണ് നിലനിർത്തിയിട്ടുള്ള ഒരു താരമായിട്ട് പറയുന്നത്. അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. നമുക്ക് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്ലെയറാണ്. അദ്ദേഹം മുമ്പ് ഒഡീഷ FC-യിലും കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അവിടെ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കളിച്ചൊരു പ്ലെയറാണ്. ഇപ്പം 31 മത്സരങ്ങളിൽ 4 ഗോളും 2 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. പറഞ്ഞ ഒരു സ്കോറിംഗ് എബിലിറ്റി ഒക്കെ ഉള്ളൊരു മിഡ്ഫീൽഡറെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം കഴിഞ്ഞൊരു AFC ചാമ്പ്യൻസ് ലീഗ് 2 ആ പ്ലേ ഓഫ് മാച്ചിലൊക്കെ അദ്ദേഹത്തിന് ഒരു അടിപൊളി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറായിട്ട് സൗൾ ക്രസ്പോ ഉള്ളപ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ മാദി തലാലിനെ എത്തിക്കുന്നു. മാദി തലാലിനെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് സീസൺ പഞ്ചാബ് FC-യിലാണ് കളിച്ചത്. അദ്ദേഹം 10 അസിസ്റ്റുകളാണ് ISL കോൺട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു ടോപ്പ് അസിസ്റ്ററായിരുന്നു ISL തന്നെ ലാസ്റ്റ് സീസണിൽ നോക്കുന്ന സമയത്ത്. മാത്രമല്ല 6 ഗോളും അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പം അങ്ങനെ 26 വയസ്സേ ഉള്ളൂ ഈ ഒരു ഫ്രഞ്ച് താരത്തെ പറ്റി പറയുമ്പോൾ. സ്റ്റിൽ യങ് ആണ്. 2 ഇയർ കോൺട്രാക്റ്റിലാണ് ഈ ഒരു താരത്തെ എത്തിക്കുന്നത്. ടോപ്പ് അസിസ്റ്ററെ എത്തിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം കൂടി പറയണം. ടോപ്പ് അസിസ്റ്ററെ മാത്രമല്ല, കഴിഞ്ഞ ISL-ലെ ഗോൾഡൻ ബൂട്ട് വിന്നർ, അതായത് ടോപ്പ് സ്കോററെ കൂടി എത്തിക്കുന്നു. ഡെമിത്രിയസ് ഡയമണ്ടക്കോസ് എന്ന് പറയുന്ന താരം അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് അല്ലെങ്കിൽ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല ആരാണ് ദിമി, എന്താണ് ദിമി എന്നുള്ളത്. അദ്ദേഹത്തിന് ISL റെക്കോർഡ് തന്നെ നോക്കുമ്പം 38 മത്സരങ്ങളിൽ നിന്ന് 23 ഗോളും 6 അസിസ്റ്റുമാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു മികച്ച അഡീഷൻ തന്നെയാണ് അവരുടെ ഒരു സെൻട്രൽ ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോഴത്തേക്കും ഈസ്റ്റ് ബംഗാൾ നടത്തിയത്. അതിനോടൊപ്പം തന്നെ നിലനിർത്തിയ താരം എന്ന് പറഞ്ഞാൽ ക്ലൈറ്റൻ സിൽവയാണ്. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പ്ലെയറാണ്. ഇപ്പോൾ 37 വയസ്സുള്ള താരമാണ്. ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലെയർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ISL എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് വർഷങ്ങളായിട്ട്. ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നതിന് മുമ്പാണെങ്കിലും BFC-യിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം 78 മത്സരങ്ങൾ 36 ഗോളും 13 അസിസ്റ്റും ഒക്കെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ISL ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഫോറിൻ സ്ക്വാഡിനെ പറ്റി പറയുമ്പോൾ അവരുടെ ചരിത്രത്തിൽ തന്നെ ഒരു ബെസ്റ്റ് ഫോറിനേഴ്സിൻ്റെ ഒരു നിരയാണ് ഇത്തവണ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ പറയുക, ISL-ലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് താരങ്ങളെ അവർ എത്തിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് താരങ്ങളെ അവർക്ക് നിലനിർത്താൻ സാധിച്ചു. ഈ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബെസ്റ്റ് എന്ന് പറഞ്ഞാലും അതിലൊരു അതിശോക്തി ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ISL സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ദിമി ഡയമണ്ടക്കോസ്. അദ്ദേഹത്തെ KBFC-യിൽ നിന്ന് എത്തിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ISL സീസണിലെ ടോപ്പ് അസിസ്റ്ററാണ്. 16 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ് മാദി തലാൽ. അദ്ദേഹത്തെ പഞ്ചാബ് FC-യിൽ നിന്ന് എത്തിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞൊരു സീസണിൽ ISL ഷീൽഡ് വിൻ ചെയ്തിട്ടുള്ള ടീമിലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസിലെ ഒരു പ്രധാന താരമായിരുന്നു ഹെക്ടർ യൂസ്റ്റെ. ആ ഒരു താരത്തെ മോഹൻ ബഗാനിൽ നിന്ന് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മികച്ച വിദേശികളുടെ ഒരു കോമ്പിനേഷൻ അവിടെ കാണാൻ സാധിക്കും. എക്സ്പീരിയൻസിൻ്റെ യങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഇവർ റേറ്റ് ചെയ്യുന്നു നമുക്ക് പൊസിഷൻ തിരിച്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് ഗുഡ്, മിഡ്ഫീൽഡ് ഗുഡ്, അറ്റാക്ക് ഗുഡ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ 4 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. കാരണം 4 വിദേശികൾക്കാണല്ലോ കളിക്കാൻ പറ്റും. അപ്പം കോച്ച് കൂടുതലും പിക്ക് ചെയ്യാൻ സാധ്യതയുള്ള 4 താരങ്ങൾ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻഡറായിട്ട് സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ ഹെക്ടർ യൂസ്റ്റെ, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സൗൾ ക്രസ്പോ ആൻഡ് മാദി തലാൽ, ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ദിമി ഡയമണ്ടക്കോസ്. ഇങ്ങനെയായിരിക്കും പിക്ക് ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫോറിനേഴ്സ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഈസ്റ്റ് ബംഗാളിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കുകയാണ്. സനിയ.